ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ചിരിക്കാന്നല്ലാതെ എന്ത് പറയാനാണല്ലേ. ഹിന്ദുക്കൾ ചായ കുടിക്കരുത്, ചായ കുടിക്കുന്നവർ പശുവിനെ കൊല്ലുന്നവർ. സ്വാതി ശ്രദ്ധാ ഗോപാൽ. നല്ലൊരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സന്യാസിനിയാണ്. പുതിയ കണ്ടുപിടുത്തമാണ്. പാലിട്ട ചായ കുടിക്കാൻ പാടില്ല, കട്ടൻ ചായ കുടിക്കാം. കട്ടൻ ചായ കുടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ 11,000 ലിറ്റർ പാലൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് നേരെ പുഴയിലേക്ക് അങ്ങ് ഒഴിക്കാം. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പുഴയിൽ 11,000 ലിറ്ററോ അല്ലെങ്കിൽ ഇനി 1,00,000 ലിറ്റർ വേണമെങ്കിലും കൊണ്ടൊഴിക്കാം. പുഴയുടെ ശുദ്ധീകരണമൊക്കെ ആയിട്ടാണ് അവരതിനെ കാണുന്നത്. ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ആ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരവും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ. വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ അംഗൻവാടി എന്ന് പറയുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വളരെ നല്ല ഭംഗിയായ രീതിയിൽ നടന്നു പോകുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നല്ല പ്രോട്ടീനുള്ളിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒഴുക്കിക്കളഞ്ഞിട്ടുള്ള ഈ പാലില്ലേ, ഈ പാൽ അവിടുത്തെ ഏതെങ്കിലും പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പുണ്യമെങ്കിലും നിനക്ക് കിട്ടിയാനായിരുന്നു. ഇതാണോ ദൈവം പഠിപ്പിക്കുന്നത്? മനുഷ്യന് കുടിക്കേണ്ട സാധനങ്ങളൊക്കെ പുഴയിൽ ഒഴുക്കി കളയുക, മനുഷ്യൻ വേസ്റ്റായിട്ട് തള്ളുന്നതൊക്കെ ലവന്മാർ വാരി തിന്നുക, ഗോമൂത്രം കുടിക്കുക. ഇതൊക്കെയാണല്ലോ ഈ ഓളികളുടെ തലയ്ക്കകത്ത് ചാണകമായ പിന്നെ ഇതല്ലേ പ്രവർത്തിക്കത്തുള്ളൂ അല്ലേ. മറ്റു 2-3 വാർത്തകളോട് വന്നിട്ടുണ്ട്. നമ്മുടെ പൂഞ്ഞാറിലെ 2 മരക്കഴുതകളുണ്ടല്ലോ, സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന യൂദാസിന്റെ ഗണത്തിൽപ്പെടുന്ന ഒരു അപ്പനും മകനും. ഇപ്പോൾ അവിടുത്തെ ബിഷപ്പുമാരും അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാരൊക്കെ കാലേ വാരി നിലത്തടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ടോർച്ച് സുരയുടെ ഒരു പ്രസ്താവന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു വരും. ഇവന്മാർ കേരളത്തിൽ ചിരിപ്പിക്കുന്ന കോമഡി പീസുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ. BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി. നേരത്തെ മതേതര പാർട്ടി എന്നൊക്കെയാണ് നമ്മൾ കേട്ടല്ലേ, ഇപ്പോൾ ക്രിസ്ത്യൻ പാർട്ടി ആയിട്ടുണ്ട്. PC ജോർജിൻ്റെ പ്രസ്താവനകൾ പാർട്ടി നിലപാടുകളല്ല. അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള PC ജോർജിൻ്റെ വാദങ്ങൾ തള്ളി BJP നേതാവ് S സുരേഷ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അപ്പനും മകനും 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും BJPക്ക് തലവേദനയാണെന്നുള്ളത് ഈ മണ്ടന്മാരായിട്ടുള്ള നേതാക്കന്മാർ മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഈ അപ്പനെയും മകനെയും ഇവരിതിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. പിന്നെ ലവന്മാർ എങ്ങോട്ട് പോകും? കേരളത്തിൽ ഇനി ഒരു പാർട്ടിയില്ല പ്രവർത്തിക്കാൻ. സ്വന്തമായിട്ട് 3-4-5 പാർട്ടി ഉണ്ടാക്കി, അതിൽ അവസാനമായിട്ട് ജനപക്ഷം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. ജനവും ഇല്ല, പക്ഷവും ഇല്ല, കക്ഷവും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ അപ്പനും മകനോടെ ചാണകത്തിലേക്ക് എടുത്ത് ചാടുന്നത്. എന്താണെങ്കിലും ലവർക്ക് തലവേദന എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പല പുരോഹിതന്മാരും ഇപ്പം ലവന്മാരുടെ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ട് വന്നിട്ട് FCRA ബില്ലെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ട്. അപ്പോൾ അത് നിർത്തലാക്കാൻ വേണ്ടി ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഈ തലയ്ക്കകത്ത് ബോധമില്ലാത്ത ചാണക ഓളികൾ ഇതങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ക്രൈസ്തവർ പോലും അത് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കേരളത്തിൽ ഇക്കുറി BJP നിലം തൊടത്തില്ല എന്നാണ് പല സർവേകളും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ കാളക്കൂട വിഷമായിരുന്ന നമ്മുടെ വിഷകലപ്പാമ്പുണ്ടല്ലോ, വിഷം ചീറ്റുന്ന പാമ്പ്, അവരുടെ ഒരു വീഡിയോ ചുമ്മാ ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുകയാണ്. ഇത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹമേ, നിങ്ങൾ ചെവി കൂർപ്പിച്ച് ഇത് കേട്ടോളൂ. കാരണം എവരും നിങ്ങളുടെ നാശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അവരുടെ വിചാരധാര എന്ന് പറയുന്ന ഒരു ചാണക പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസം, ഇതിനെ 3-നെയും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. എന്തായാലും നമ്മുടെ ചേച്ചിയുടെ ഒരു പ്രസംഗമുണ്ട്, അടിപൊളി പ്രസംഗമാണ്, ഒന്ന് കേട്ടോ. കേരളത്തിൽ സർക്കാർ എയ്ഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയുടെ കോളേജുകളും ഹൈസ്കൂളുകളും LP സ്കൂളുകളും തൊട്ടുണ്ട്. പള്ളിയോ ചാപ്പലോ ഇല്ലാത്ത ഒരു സ്കൂൾ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കോളേജ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ഇതുവരെ ചോദിക്കാൻ? സ്കൂളിൽ എന്തിനാ പള്ളി, കോളേജിൽ എന്തിനാ പള്ളി? അത് അവർക്കാകാം, പക്ഷെ ഹിന്ദുവിന് പാടില്ല. അല്ലാതെ കൃത്യമായി ക്രൈസ്തവ ലോബിയുടെ പണിയായിരുന്നു. കാരണം കേരളത്തിലെ ഭൂസ്വത്തുക്കൾ, ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കൾ നല്ലൊരു ശതമാനവും ക്രൈസ്തവ സഭയുടെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് ദേവസ്വം ബോർഡ് ഒരു കേസ് നടത്തിയാൽ, കേസ് നടത്തി കമ്മിറ്റിക്കാർ നടത്തിയത് പോലും വിട്ടെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ല. ആ ഭൂമി കൈവിട്ടു പോകുമോ എന്ന ഭയമാണ് ക്രൈസ്തവ ലോബിയെ ഹൈന്ദവ ദേവസ്വം ബോർഡുകൾക്ക് മുകളിൽ രാഷ്ട്രീയക്കാരന്റെ കൂച്ചുവേലം കഴിപ്പിക്കാൻ കാരണം. മലയാറ്റൂർ പള്ളിക്ക് കൊടുക്കുമ്പോ, എടത്തോ പള്ളിക്ക് കൊടുക്കുമ്പോ, ഭരണങ്ങാനത്തേക്ക് കൊടുക്കുമ്പോ ഒരു എച്ചിക്കണക്കൂല. അവിടുത്തെ റോഡൊന്നും നന്നാക്കി കൊടുത്താൽ ഒരു പ്രശ്നമില്ല. ശബരിമലയ്ക്ക് ഞങ്ങൾ റോഡ് നന്നാക്കണം. റോഡ് നന്നാക്കേണ്ട സർക്കാരിന്റെ ബാധ്യതയല്ലേ. ഇനി വരൂ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭാഗത്ത് അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടൂ. നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെല്ലാൻ പാടില്ല. നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെന്നാൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നോളെ.
പാലക്കാട്ടിൽക്കൊന്നും അങ്ങനെ മീൻ പിടിച്ച് ശീലം ഉണ്ടാവില്ല, കാരണം നമ്മൾ കടൽ കാണാത്തവരല്ലേ. സംശയമുണ്ടെങ്കിൽ ആർക്കും വള്ളവും വലയുമായി പോകാം. ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ, വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയ ഹിന്ദുക്കളെ പിടിച്ച് പൂട്ടിയിട്ടു. പള്ളിയിൽ അച്ഛൻ വരെയുള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു. ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത്. സന്ധി സംഭാഷണത്തിന് വിളിച്ചു. ഒരു ചെറിയ മുറിയിൽ 4-5 കസേര, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഇവരൊരു ഭാഗത്ത്, ചർച്ചയ്ക്ക് വരുന്നവർക്ക് ഇരിക്കാൻ 5 കസേര മുന്നിൽ നിരത്തി. 5 പള്ളിയിലച്ചന്മാർ അവിടെ ചെന്ന് നിന്നു. ഹിന്ദുക്കൾ അവിടെ ചെന്ന് ഓർച്ചാരിച്ചു നിൽക്കാൻ, ഇരിക്കാൻ പോലും ഒരു സീറ്റ് സന്ധി സംഭാഷണത്തിന് വിളിച്ചപ്പോഴില്ല. റോട്ടിൽ കൂടി പോണ പട്ടിയുടെ വില പോലും അവിടെ ഹൈന്ദവ സമൂഹത്തിന് ഭരണകർത്താക്കൾ കൊടുക്കുന്നില്ല. സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് ഒരു കസേര പോലും വലിച്ചിട്ട് കൊടുക്കാതെ അരയ സമൂഹത്തിന്റെയും ഹൈന്ദവ സമൂഹത്തിന്റെയും പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ പള്ളിയിലച്ഛൻ എന്ത് പറഞ്ഞോ അതിനപ്പുറം എനിക്കില്ല. പള്ളിയിലച്ഛൻ എന്ത് പറഞ്ഞോ അതിനപ്പുറം എനിക്കില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ വർത്തമാനമാണ്. ഇന്നും നീണ്ടകര പാലത്തിന് വടക്ക് ഭാഗത്തല്ലാതെ നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്ത് വലയിടാൻ ഹിന്ദുവിന് അധികാരമില്ല. കാസർഗോട്ട്, അത് പ്രാദേശിക വികാരമല്ല, കാസർഗോട്ട് നിന്ന് ക്രിസ്ത്യാനിക്ക് അവിടെ പോയി വലയിടാൻ കുഴപ്പമില്ല. പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്ത് തെക്ക് ഭാഗത്തും ഒന്നും വലയിടാൻ പാടില്ല. വലയിടണമെങ്കിൽ അവൻ മാമോദീസ മുങ്ങണം. ഈ അസഹിഷ്ണുത ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കണ്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഹൈന്ദവ സംഘടനകൾക്കല്ലാതെ മറ്റാർക്കും ഈ വിഷയമുണ്ട്. അപ്പൊ കടലിനും മതം. പൊന്നാനി കടല് മുസ്ലിമിന്റെയാണ്, ഇവിടെ ആറ്റിങ്ങൽ കടല് ക്രിസ്ത്യാനിറ്റിയാണ്. നമ്മൾ എങ്ങനെ പോകണം? നമുക്ക് എവിടെയുണ്ട്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ? എന്നിട്ടും അസഹിഷ്ണുതയുടെ മുഴുവൻ ബിരുദവും ചാർത്തുന്നത് ഹൈന്ദവ സമൂഹത്തിന് മേലെ. പൊന്നാനി കടല് മുസ്ലിമിൻ്റെത്, നീണ്ടകരക്കടല് ക്രിസ്ത്യാനിയുടേത്. ഇത് മൊത്തത്തിൽ അറബിക്കടൽ എന്നാണ് പറയുന്നത്. കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലൊന്നും കടലില്ലാഞ്ഞ് നന്നായി, കാരണം അതും ക്രിസ്ത്യാനിയുടേതായി പോയന. സത്യം പറയാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം വളരെ കഷ്ടപ്പാടും വളരെ ബുദ്ധിമുട്ടിലുമാണ് ജീവിക്കുന്നത് കേട്ടോ. ഇവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കാൻ ഈ 2-3 ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വർഗീയത പറഞ്ഞ് മെലിഞ്ഞുണങ്ങി ചേച്ചി ഒരു പരുവായിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു കീഴ്വായി വിട്ടു കഴിഞ്ഞാൽ 8 കഷ്ണമായിട്ട് ഒടിഞ്ഞു പോകുന്ന പരുവത്തിലേക്ക് വരെ ഇവരെത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് സംപ്രേഷണം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യാനികളെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ അണ്ടർഗ്രൗണ്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ക്രിസംഗി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സംഘപരിവാറിനെക്കാട്ടിലും ഉഗ്ര വിഷം ചീറ്റുന്ന വിഷജന്തുക്കളാണ് ഈ കൂസന്മാരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ ഈ നാട്ടിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മരവാണങ്ങൾ. അവരുടെ തലപ്പത്തിരിക്കുന്നവരാണ് പാലയിലും പൂഞ്ഞാറിലും ഒക്കെ നേതൃത്വം നിന്നത് കേട്ടോ. ഇപ്പോഴുള്ള മരവാണങ്ങളൊന്നും ഇതല്ല, ഇതിനപ്പുറം പറഞ്ഞാലും പുല്ലും സംസാരിക്കുന്നില്ല. ഒട്ടകം ഗോപാലൻ ഇപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പാലായിലെ അപ്പിക്കുട്ടൻ എന്താ പറഞ്ഞത്? അത് ശരിയല്ലേ? അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരേണ്ടത് അനിവാര്യമാണെന്നാ പറഞ്ഞ. എടാ, ഇത് കേരളമാണ്. ഈ കേരളം എന്ന് പറയുന്നത് ഇത് മതേതരത്വം നിലനിർത്തുന്ന ഒരു നാടാണ്. പിന്നെ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പിടിച്ച് പള്ളിയിൽ പൂട്ടിയിട്ട് അത് അച്ഛൻ്റെ നേതൃത്വത്തിൽ എന്നൊക്കെയാ പറഞ്ഞ. ഇത്രയും തെണ്ടിത്തരവും തെമ്മാടിത്തരവും പച്ച വർഗീയതയും പറഞ്ഞിട്ട് ഇന്നും ഇതുപോലുള്ള പുഴുത്ത ജീവികൾ കേരളത്തിലിരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ആരംഭത്തിലെ ഇതിനെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കിയിരുന്നെങ്കിൽ നമ്മുടെ കേരളം നന്നായേന, കേരളം ശുദ്ധമായേന. ഇനി എവറ്റകളൊക്കെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉമ്മിണിയും പാടല്ല കേരളത്തിൽ പെടേണ്ടത്. എന്താണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു സർക്കാർ ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിഷം ചീറ്റുന്ന വിഷജീവികളൊക്കെ ഇടാനായിട്ടുള്ളൊരു പ്രത്യേക സെല്ല് ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന എൻ്റെ ക്രിസംഗി ഹോളികളെ നീയൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. നിനക്കൊക്കെ 8ന്റെ പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. കിട്ടുന്നത് മേടിച്ച് മിണ്ടാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.